ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച ഫിഷ് കറിയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം പുളി വെള്ളത്തിൽ കുതിർക്കാൻ ഇടാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, കുറച്ച് ഇഞ്ചി ഇട്ട് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് പകുതി ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് പെരുംജീരകപ്പൊടി എന്നിവ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ അതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ ഇവിടെ മസാല പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറച്ച് നേരം തണുക്കാനായിട്ട് വെച്ചേക്കാം. അതിനുശേഷം ഒരു ജാറിലേക്ക് അതിനെ മാറ്റാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ജാറിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അത് ഗ്രൈൻ ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനായിട്ട് ഒരു മൺചട്ടി എടുക്കാം. ആ മൺചട്ടിയിൽ നമ്മൾ അരച്ച് വെച്ച മസാല ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പുളിവെള്ളം, കുതിർക്കാൻ വെച്ചിരുന്ന പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറി ലീവ്സും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ചൂര ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനെ 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് അതിനെ ലീവ് ചെയ്യാം. നമ്മളിവിടെ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊന്ന് ഉള്ളിയും കറി ലീവ്സും കടുകിയിട്ട് അതിൻ്റെ പുറത്തൊന്ന് താളിച്ചെടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഫിഷ്